എൻ്റെ പേര് രാമേന്ദ്രൻ. ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ചട്ടിക്കകത്താക്കി വെച്ചിരിക്കുന്നത് അല്ലേ? ഇതേതായിരുന്നു? ഈ കൊടി ഏതായിരുന്നു? അത് കരിമുണ്ട. നമ്മള് തിപ്പലിയുടെ തൈ കൊടുക്കാനുള്ളത് അല്ലേ? ഇതിന്റെ തണ്ട് മാത്രമായിട്ട് വേണമെങ്കിൽ തണ്ട് മാത്രമായിട്ട് കൊടുക്കും അല്ലേ? തണ്ട് മാത്രമായിട്ട് കൊടുക്കും. എങ്ങനെ വേണേലും തെക്കൻ ടു അല്ലേ? ഇത് നല്ല വളർച്ചയാണല്ലേ? എന്നാ പിടിച്ചെടുക്കാം അല്ലേ? ചട്ടിക്കും ആവശ്യക്കാരുണ്ടെന്ന് തോന്നല്ലേ? ഇതെന്താണ്? ഇത് കൊറ്റനാടൻ. കൊറ്റനാടൻ വംശനാശം വന്നു പോയതാണ് കാണിക്കാടൻ. കരിമുണ്ടയുടെ വള്ളി തൈ. അതിന്റെ അപ്പുറം നീലമുണ്ടി. ഇത് കരിമുണ്ടയുടെ ബുഷ് പേപ്പർ. അത് കുമ്പക്കലിന്റെ കേറുതലയാണ്. കുമ്പുങ്കൽ ബുഷ് പേപ്പറാണ്. വെള്ളനാമ്പൻ എന്ന് പറയും നമ്മൾ. വെള്ളനാമ്പൻ അല്ലേ? കുതിരവാലി മൊത്തം കുതിരവാലിയാണ്. ഓക്കെ ഓക്കെ. ഏതാ വെറൈറ്റിയുടെ പേരെന്താണ്? ഇത് അരയമുണ്ടി. അരയമുണ്ടി അല്ലേ? 1.5 മാസമായിട്ടുള്ള നല്ല വളർച്ചയായില്ല. അല്ലാതെ ഇത് ക്യാപ്പ് ഇട്ട് മൂടുവോ ഒന്നും വേണ്ട. വേറെ മറ കിട്ടി അതിന്റെ അകത്ത് ഉള്ളിൽ വെക്കോ ഇതൊന്നും വേണ്ട. ഇത് അങ്ങ് വട്ടം പൊളിച്ചു അല്ലേ? ഇത് വട്ടം പൊളിച്ചു. ഇത്രയും സംഭവം ഉള്ളൂ. ഇനി ഇത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഏത് സൈസിലും ഗ്രാഫ്റ്റ് ചെയ്താൽ പിടിച്ചോളൂ അല്ലേ? ഇത് കരിമുണ്ട അല്ലേ? ഇത് കരിമുണ്ട. ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളതല്ല കേട്ടോ. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളിബ്രീനം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഇത്രയും വളർച്ചയായാലും നമ്മൾ ചെയ്യണേ അല്ലേ? അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. അടിയിലൊക്കെ വേര് വന്നേക്കണുണ്ടോ? വേര് വന്നേക്കണത് അങ്ങനത്തെ ചെടി മാത്രം നമ്മൾ ചെയ്യുള്ളൂ. ഇതിപ്പം ആൾക്കാർ പറയുമ്പോൾ വലിയ സംഭവം ഒന്നും അല്ലേ. ഇത്രയും മൂപ്പുള്ളിടത്തും കട്ട് ചെയ്യാം അല്ലേ? ഇത് ഏത് സൈസിലും ഗ്രാഫ്റ്റ് ചെയ്താൽ പിടിച്ചോളൂ അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം നോക്കി നമുക്ക് നമുക്ക് എന്തൊരു പൊക്കം വേണം എന്നൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം നോക്കി നമുക്ക്. ഓക്കെ ഓക്കെ. ഒരു കാര്യം മനസ്സിലായി, ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഗ്രാഫ്റ്റിങ്ങിന്റെ കത്തി ഒന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നല്ല തെർമോക്കോൾ കട്ട് ചെയ്യണ ബ്ലേഡ് ഒരെണ്ണം മതി. നമ്മുടെ കുരുമുളകിന്റെ തണ്ട് പൂള് പോലെയാക്കി ഇത് അങ്ങ് വട്ടം പൊളിച്ചു അല്ലേ? ഇത് വട്ടം പൊളിച്ചു. ഇത്രയും സംഭവം ഉള്ളൂ. ഇനി ഇത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഒരു സൈഡ് മാത്രം നോക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരു സൈഡ് ക്ലിയർ ആക്കണം. ഒരു സൈഡ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ മറ്റത്ത് ഇത് വന്ന് കൂടിക്കോളും. അതിന്റെ തൊലികൾ തമ്മിൽ കൂടിക്കോളും. ഓക്കെ. ഇനി നമ്മുടെ ഗ്രാഫ്റ്റിങ്ങിന്റെ ടേപ്പ് അല്ലേ? ടേപ്പ് ഇനി നമ്മളിത് താഴേന്ന് ചുറ്റി തുടങ്ങണം. താഴേന്ന് ചുറ്റി തുടങ്ങണം. താഴെ നമ്മുടെ ക്ലോക്ക് വൈസിൽ അത് എങ്ങനെ വേണമെങ്കിലും ചുറ്റാം അല്ലേ? നമ്മുടെ കൈപ്പാട് അനുസരിച്ചിട്ട്. ഇതാണ് ഏറ്റവും സുഖം. താഴേന്ന് ചുറ്റി തുടങ്ങിയില്ലെങ്കിൽ സംഗതി ബലം കിട്ടില്ല. താഴേന്നാകുമ്പോ എയർ മുകളിലോട്ട് പൊക്കോളും. ഇത് ഒറ്റ ഇതിനെ ചുറ്റി എടുക്കരുത്. ഒന്ന് രണ്ട് ചീറ്റാണ്. രണ്ട് ചീറ്റിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ ജോയിന്റിന്റെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ രണ്ട് ചീറ്റിട്ട് വലിക്കുമ്പോൾ ഇതുണ്ടോ നീളം വെച്ച് വരും. അതുപോലെ തന്നെ അവിടെ വെള്ളം ഇറങ്ങാതെ ഇങ്ങോട്ട് അടുത്ത് വരും. ഓക്കെ. എന്നിട്ട് പിന്നെ മേലോട്ട് ഒന്നും കൂടി അങ്ങോട്ട് ഇത് ചെയ്തിട്ട് നമ്മുടെ കുരുമുളകിന്റെ തണ്ടിന്റെ ഇലയൊക്കെ അങ്ങ് മാക്സിമം മുറിച്ച് കളയാം. ഒരു ഇത്തിരി കീശ നിർത്തിയാൽ മതി. ഇത്ര സംഭവം ഉള്ളൂ. ഇത് ഇത്രേ ഉള്ളൂ. ഇനി ഇത് ഒരു അധികം വെയിലില്ലാത്തൊരു സ്ഥലത്ത് വേണമെങ്കിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ വെക്കാം അല്ലേ? ചെറിയ വെയിലിനടുത്ത് ഇതെല്ലാം ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിങ്ങനെ വെച്ചേക്കണാണ്. അല്ലാതെ ഇത് ക്യാപ്പ് ഇട്ട് മൂടുവോ ഒന്നും വേണ്ട. വേറെ മറ കിട്ടി അതിന്റെ അകത്ത് ഉള്ളിൽ വെക്കോ ഇതൊന്നും വേണ്ട. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടും അല്ലേ? അത്യാവശ്യം ഒരു സൂര്യപ്രകാശമൊക്കെ ഉള്ളിടത്ത് തന്നെ വളരുവാണെങ്കിൽ കൊണ്ടുപോകുന്നവർക്കായാലും അത് ഇതുണ്ട്. ഈ വെയിലത്തിരുന്നുണ്ടോ? എത്ര നാളെടുക്കും ഇത് കൊമ്പ് വരാനായിട്ട്? ഇതിപ്പോ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും കൊമ്പ് വരും. നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് വരുമ്പോൾ എത്ര നാളത്തേക്ക് വരും? ഒരു 1.5 മാസം കഴിയുമ്പോൾ. 1.5 മാസം. കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ചെടികളൊന്ന് കാണിച്ചു തരാമോ? ഈ വെച്ചേക്കുന്ന ഇത്
ഇതൊക്കെ അല്ലേ? ഇതെല്ലാം ഇതിനകത്ത് കംപ്ലീറ്റ് വെച്ചേക്കുന്ന അതായത് പുതിയ കൂമ്പ് വന്നു. പുതിയ കൂമ്പ് വന്നത്. ഈ സാധനം ഇനി ധൈര്യമായിട്ടും കൊടുക്കാം. ഇതെല്ലാം കൂമ്പെടുത്ത് ഒരേ കൂമ്പെടുത്ത്. ഇതൊക്കെ 1.5 മാസമായത് അല്ലേ? 1.5 മാസമേ ഉള്ളൂ. ഇത് ഏതാ ഏതാ? ഇത് കരിമുണ്ട. കരിമുണ്ട അല്ലേ? കരിമുണ്ട ഉണ്ട്, നമ്മുടെ അടുത്ത് കുമ്പുങ്കിലുണ്ട്. ഇത് കുമ്പുങ്കില. 1.5 മാസം അല്ലേ? 1.5 മാസമായിട്ടുള്ള ഈ ചെടി. 1.5 മാസമായിട്ടുള്ള നല്ല വളർച്ചയില്ല. ഇതൊക്കെ ഈ വെയിലത്ത് തന്നെ ഇരിക്കുന്നത്. വെയിലത്ത് തന്നെ. ഓക്കെ. വെച്ചേക്കുന്ന കരിമുണ്ട ഉണ്ട്. ഇതൊക്കെ ചട്ടിക്കകത്തല്ലേ? ചട്ടി വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. ചട്ടി വേണ്ടവർക്ക് ചട്ടി തന്നെ അങ്ങനെ. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. ഇതോ? അത് നമ്മൾ ആയിട്ടില്ല സംഭവം. ഏതാ വെറൈറ്റിയുടെ പേരെന്താണ്? ഇത് അരയമുണ്ടി. അരയമുണ്ടി അല്ലേ? ഇതിന്റെ തൈകളായിട്ടില്ല അല്ലേ? ഇതിന്റെ എന്താ പ്രത്യേകത പറയണേ? ഇതിന്റെ പ്രത്യേകത തിക്ക് മണി പിടിക്കും. ഏതാണ്ട് ഒരു ചാൻ നീട്ടമുണ്ട്. തിരിക്ക് നീളമുണ്ട്. നല്ല നീട്ടം. ഓക്കെ ഓക്കെ. ഫുൾ മണിയായിരിക്കും. ഓക്കെ. നമ്മുടെ കുതിരവാലിയുടെ തൈകൾ എവിടെ ഇരിക്കണേ? കുതിരവാലിയുടെ തൈകൾ ഇരിക്കുന്നു. ഈ ഇരിക്കുന്ന കുതിരവാലി മൊത്തം കുതിരവാലിയാണ്. ഓക്കെ ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ തൈകൾ വേണ്ടവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കണോ അതോ നമുക്ക് കൊറിയർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ? കൊറിയറിന്റെ സംവിധാനം ഉണ്ട്. ഇവിടെ വന്ന് വേണ്ടവർക്ക് ഇവിടെ വന്ന് മേടിക്കാം. അല്ലെങ്കിൽ ഇനി ഇത് സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്മുടെ തിപ്പലി കൊടുക്കുന്നുണ്ടോ? മറ്റേ ബ്രസീലിയൻ തിപ്പലി കൊടുക്കുന്നുണ്ട്. തിപ്പലിയും കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ അതിന്റെ തൈയായിട്ടാണോ അതോ തണ്ടായിട്ട് കൊടുക്കണം? തണ്ടായിട്ട് വേണ്ടവർക്ക് തണ്ടായിട്ട്, തൈയായിട്ട് വേണ്ടവർക്ക് തൈയായിട്ട്, എങ്ങനെ വേണമെങ്കിലും കൊടുക്കും. ഓക്കെ. അപ്പൊ എങ്ങനെ ഏത് കൊറിയറിലാണ് ഇത് അയക്കുന്നത്? ഇത് നമ്മളെ DTDC ഉണ്ട്, സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട്, പ്രൊഫഷണൽ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള അതിൽ വേണമെങ്കിൽ കൊടുക്കാം. കൊടുക്കും. ഓക്കെ. അത് ഏത് സ്ഥലത്തോട്ട് വേണമെങ്കിലും. ഓക്കെ ഓക്കെ. ഇതൊക്കെ നമ്മൾ മദർ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും അല്ലേ? തണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏതാ? ഇത് കരിമുണ്ടാണ്. ഇത് കരിമുണ്ട. തിരി വീണ് തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? ഇതിപ്പോ പൊഞ്ച കാച്ചാക്കണാണ്. അതായത് തിരിയെല്ലാം പറിച്ചതാണ്. ഇത് കൈരളി. ഇതേതാനാ? ഇത് കരിമുണ്ടാനാ? ഇത് കരിമുണ്ടല്ല, ഇത് വെള്ളനാമ്പൻ എന്ന് പറയും നമ്മൾ. വെള്ളനാമ്പൻ അല്ലേ? നല്ലതായിട്ട് തിരി പിടിക്കുന്ന ഇനമാണ്. നല്ല തൂക്കവാശിയൊക്കെ ഉള്ളതാണ്. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഇപ്പൊ തിരി ഇല്ലാത്ത സമയമാണ്. ഇതിപ്പോ എല്ലാം പഴുത്ത് പൊട്ടിച്ചു കാണാം അല്ലേ? നിറച്ച് പണിയുണ്ട്, നിറച്ച് മുളക്. ഇതെല്ലാം രാമേന്ദ്രൻ ചേട്ടൻ ഇത് തണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇതല്ല പറിച്ചിട്ട് തന്നെ പഞ്ചമുളക് കാച്ചെടുക്കാൻ നോക്കി. ഇതെന്ത് മാത്രമാണ് പറിച്ചാന്ന് പറയുക. അമ്മാതിരി കാച്ചെടുക്കുക. ഇതിന്റെ വില വിവരങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ രാമചന്ദ്രൻ ചേട്ടൻ്റെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കുക. കാരണം ആരും കമൻറ്റ് ചെയ്യേണ്ട. വില പറയാൻ പറ്റണില്ലെങ്കിൽ വീഡിയോ ചെയ്യണേ എന്തിനാന്നൊക്കെ ചോദിക്കരുത്. വിലയും കാര്യങ്ങളൊക്കെ രാമചന്ദ്രൻ ചേട്ടൻ തന്നെ പറയും. അതുപോലെ ഇവിടേക്ക് വരേണ്ട വഴി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആൾ പറഞ്ഞു തരും. ഇത് തൊടുപുഴയ്ക്കടുത്ത്. ഇത് സ്ഥലം എവിടെയാണ്? വണ്ണപ്പുറം. ഓക്കെ ഓക്കെ. പിന്നെ കുമ്പുങ്കൽ ബുഷ് പേപ്പറാണ്. കുമ്പുക്കലിൻ്റെ ബുഷ് പേപ്പർ അല്ലേ? കുറ്റി കുരുമുളക്. ഓക്കെ. അത് കുമ്പുക്കലിൻ്റെ കേറുതലയാണ്. ഇത് കുമ്പുക്കലിൻ്റെ കേറുതല. ഓക്കെ. വള്ളിക്കുരുമുളക് അല്ലേ? പിന്നെ ഇതോ? ഇത് കരിമുണ്ടയുടെ ബുഷ് പേപ്പറാണ്. ഇത് കരിമുണ്ടയുടെ ബുഷ് പേപ്പർ. ഓക്കെ. ഇത് കരിമുണ്ടയുടെ വള്ളിത്തൈ അല്ലേ? കരിമുണ്ടയുടെ വള്ളിത്തൈ. അതിൻ്റെ അപ്പുറം നീലമുണ്ടി. ഇത് നീലമുണ്ടിയുടെ പ്രത്യേകത എന്തായിരുന്നു? നീലമുണ്ടി നല്ല കാഫലമുള്ളതാണ്, നല്ല തൂക്കുവാശിയുള്ളതാണ്. അപ്പുറം പന്നിയൂർ. ഏതാ പന്നിയൂർ? ഏതാ? അങ്ങേറ്റത്തേക്കുന്നത്. അത് പന്നിയൂർ. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ വംശനാശം വന്നു പോയതാണ്, കാണേക്കാടൻ. ഇതിന്റെ പ്രത്യേകത? ഇത് പകുതിക്ക് പകുതി കിട്ടും ഉണക്കവാശി. ഓ ശരി. അതായത് 1 കിലോ പച്ച കുരുമുളക് എടുത്തിട്ടുണ്ടെങ്കിൽ 500 ഗ്രാം ഉണക്ക കുരുമുളക് കിട്ടും. പഴയ കൊടിയാണ് ഇത്. ആൾക്കാരില്ല. എന്താണ് ഇതിന്റെ പേരൊന്നുകൂടി പറഞ്ഞേ? കാണേക്കാടൻ. ഓക്കെ. ഇത് പത്തനാടൻ. ഇതെന്താണ്? ഇത് കൊറ്റനാടൻ. ഇതിലെല്ലാം മുളക് പറിച്ചാണ്. അതാട്ടോ മുളകില്ലാത്തത്. ഓഹോ. പുതിയ തിരികൾ വന്നിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ വന്നിട്ടുണ്ടല്ലോ. കൊറ്റനാടൻ അല്ലേ? ഓക്കെ. ഇത് പുഞ്ചയാണ്. പുഞ്ച തിരി ഉണ്ടായിരിക്കുന്നത്. ഇതിലേ കഴിഞ്ഞ് മുളക് ഈ തിരി ഉണ്ടാക്കി കഴിഞ്ഞ് മുളക് ഉണ്ടായിരുന്നായിരുന്നു. ഓക്കെ. ഇതെല്ലാം നമ്മള് ചട്ടിയിലേക്ക് ആക്കിയേക്കണത് അല്ലേ? ചട്ടിക്കും ആവശ്യക്കാരുണ്ടെന്ന് തോന്നല്ലേ? ഇതൊക്കെ നല്ല ഇതായില്ല. ഇതൊക്കെ ചട്ടിയിലേക്ക് ആക്കാറായി തോന്നല്ലേ? ഇതൊക്കെ ഇങ്ങനെ പിടിച്ചെടുക്കാം അല്ലേ? ഇതേതാ? ഇത് വള്ളിയുള്ള ഇത് തെക്കൻ ടു അല്ലേ? ഇത് നല്ല വളർച്ചയാണല്ലേ? ഇത് തിപ്പലി അല്ലേ? ഇത് നമ്മൾ തിപ്പലിയുടെ തൈ കൊടുക്കാനുള്ളത് അല്ലേ? കൊളുംബ്രീനം അല്ലേ?
ഈ തൈകളും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും അല്ലേ? ഇതും കൊടുക്കും. ഇതിന്റെ തണ്ട് മാത്രമായിട്ട് വേണമെങ്കിൽ തണ്ട് മാത്രമായിട്ട് കൊടുക്കും അല്ലേ? തണ്ട് മാത്രമായിട്ട് കൊടുക്കും, എങ്ങനെ വേണേലും കൊടുക്കും. ഓക്കെ. ഇത് ഇതും തിപ്പില് അല്ലേ? ഇതടുത്ത അല്ലേ? ഇത് ഏതായിരുന്നു? ഈ കൊടി ഏതായിരുന്നു? അത് കരിമുണ്ട. കരിമുണ്ട. ഇത് പോവാ അവിടെ ഫ്രണ്ടിൽ കുറച്ചിരിക്കണ്ടായിരുന്നല്ലോ. ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ചട്ടിക്കകത്താക്കി വെച്ചിരിക്കുന്നത് അല്ലേ? ഇതിനകത്ത് കരിമുണ്ട ഉണ്ട്, കാണിക്കാരനുണ്ട്, കുതിരവാലി ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. ഏത് വേണ്ടവർക്ക് ചോദിക്കുന്നവർക്ക് ചോദിക്കാം, ആവശ്യാനുസരണം തൈ. ഏരം കുത്തുള്ളൂ. ഇതൊന്നും ഏരം കുത്താൻ പടപടേന്ന് ഏരം കുത്തി എന്നുണ്ടോ? ഈ തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ ഏരം കുത്തത്തില്ല. അതിനാണ് ഇതെല്ലാം കെട്ടി കൊടുക്കുന്നത്. ഇത് കുറ്റിയല്ലല്ലോ? എല്ലാം കുറ്റിയാണല്ലേ? ശരി. ഞാൻ പെട്ടെന്ന് വള്ളിയാണെന്ന് വിചാരിച്ചേട്ടോ. ഇല്ല, ഇതിങ്ങനെ പൊക്കി കെട്ടുന്നൊരു ഇതുണ്ടോ? ഇങ്ങനെ പൊക്കി കെട്ടിയാൽ ഇത് കൂടെ ഏരം ദൂരം കുത്തരെന്ന് നോക്കി. ഇത് തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ ഏരം കുത്തത്തില്ല. കൂടുതൽ ബ്രാഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ നിവർന്ന് നിൽക്കണം അല്ലേ? നിറച്ചു വരും. അത് ചെറുപ്പം പോലെ നമ്മളിങ്ങനെ അങ്ങനെ കെട്ടിക്കൊടുത്താണ് നമ്മൾ അപ്പുറം നിൽക്കുന്ന കൊടികൾ. ചീര മുകളിലോട്ട് പൊക്കി കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് കൂടും. ഇതൊക്കെ കരിമുണ്ട കാച്ചു കിടക്കുന്നുണ്ടല്ലേ? സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് തൊടുപുഴ അടുത്ത് വണ്ണപ്പുറത്താണ് കേട്ടോ. ഞാനൊരു ആളെ പരിചയപ്പെടുത്താം. ഇദ്ദേഹമാണ്. ചേട്ടാ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് രാമേന്ദ്രൻ. രാമചന്ദ്രൻ ചേട്ടൻ എനിക്കൊന്ന് കുറേ നാളുകളായിട്ട് കുരുമുളക് കൃഷിയിൽ താല്പര്യനാണെന്നോണം അല്ലേ? അത് ഞാൻ ചെറുപ്പം പോലെ കുരുമുളക് കൃഷിക്കാരനാണ്. അതുകൊണ്ട് കൊടിയുടെ ഇനങ്ങളെല്ലാം നമുക്കറിയാം, എല്ലാം അറിയാം. അപ്പോൾ രാമചന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് ഒത്തിരി ഇനം കുറ്റി കുരുമുളകും വള്ളി കുരുമുളകും ആൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊളബ്രീനത്തിൽ, അതായത് ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട്, അഗ്രിട്രിക്സിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് പലരും കൊറിയർ ചെയ്യാൻ സൗകര്യമുള്ള പാർട്ടിയെ പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള കൊളിബ്രീനോ ആയാലും ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് തൈകളായാലും കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നേരിട്ട് വരുന്നവർക്കും കൊടുക്കുന്നുണ്ട്. അതും പല വളർച്ചയിലുള്ള തൈകളെല്ലാം റെഡിയാണ്. അപ്പോൾ കുരുമുളക് അകലക്കാർക്കൊക്കെ ഇപ്പോൾ കൊറിയറായിട്ടൊക്കെ കിട്ടേണ്ടവർക്ക് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏത് നാട്ടിലുള്ളവർക്കും കൊടുക്കുന്നതാണ്. ഓക്കെ. അത് കേരളത്തിന് വെളിയിലേക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് തൈകൾ, ഏതൊക്കെ ഇനങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞത്? നമ്മുടെ കയ്യിൽ കുതിരവാലിയുണ്ട്, കരിമുണ്ടയുണ്ട്, കുമ്പുങ്കലുണ്ട്, നീലമുണ്ടിയുണ്ട്, കൈരളിയുണ്ട്, കൊറ്റനാടനുണ്ട്, കാണിക്കാരനുണ്ട്, നീലമുണ്ടിയുണ്ട്, കുറേ ഇനമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8-9 ഐറ്റത്തോളം നമുക്ക് വെറൈറ്റീസ് ഉണ്ട് അല്ലേ? അത് കുറ്റിക്കുരുമുളകും വള്ളിക്കുരുമുളകും ഉണ്ട് അല്ലേ? അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് സിയോൺ മുണ്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ രാമചന്ദ്രൻ ചേട്ടാ, ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ വിളിക്കട്ടെ. അപ്പോൾ വിലയും അതുപോലെ വരേണ്ട വഴികളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഇതിലെല്ലാം നമ്മളെ കൂടി പോകുന്നുണ്ട്. ഓക്കെ. ഞാൻ എന്തായാലും നമ്മുടെ കുറ്റിക്കുരുമുളക് ഒരു 1-2 വെറൈറ്റീസ് നമ്മളുടെ നഴ്സറി ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ കുറച്ച് കൊണ്ടുവന്ന് വയ്ക്കാം. അത്യാവശ്യക്കാർക്ക് ആ ഏരിയയിലുള്ളവർക്ക് അവിടെ വന്ന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ. ബാക്കി ഇവിടെ വന്ന് എടുക്കേണ്ടവർക്ക് ഇവിടെ വന്നെടുക്കാം. അപ്പോൾ രാമചന്ദ്രൻ ചേട്ടൻ്റെ നമ്പറും സ്ക്രീനിൽ കൊടുത്തേക്കാം. കൂടുതലായിട്ട് ആവശ്യക്കാർക്ക് നമ്മൾ എത്തിച്ചും കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.